എന്തൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്? റിണിയെ അറസ്റ്റ് ചെയ്യാൻ ആളില്ല ഇവിടെ. അതായത് റിണിയുടെ PR നിലവിൽ പറയുന്നത് മറിയ ഉമ്മനാണ് ഏറ്റവും കൂടുതൽ ചിരിച്ചത്, റിണി അല്ല എന്ന് പറഞ്ഞിട്ട് മറിയ ഉമ്മൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തുവിടുകയാണ്. ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാനിപ്പോൾ വെച്ച് തരാം. അതായത് റിണിയുടെ PR പറയുന്നത് റിണി അല്ല കൂടുതൽ ചിരിച്ചത്, സെലിം കുമാറിൻ്റെ മൃതദേഹത്തെ നോക്കിയിട്ട് കൂടുതലായി ചിരിച്ചത് മറിയ ഉമ്മൻ എന്നാണ് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു വീഡിയോ കാണണം. അത് എന്തിനാണ് മറിയ ഉമ്മൻ ചിരിച്ചത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കാം. അതിനു മുമ്പ് റിണിയോടൊരു കാര്യം പറയുകയാണ്. റിണിയെ, നിന്നെപ്പോലെ വൃത്തികെട്ട ഒരു കുടുംബമല്ല ഉമ്മൻചാണ്ടി സാറിൻ്റെ കുടുംബം. ആ കുടുംബത്തെ വെച്ച് കളിക്കരുത്. ഓക്കെ, നമുക്ക് എന്തായാലും റിണിയുടെ PR പുറത്തുവിടുന്ന ഒരു വീഡിയോ ആദ്യം കാണാം. ഓക്കെ, ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഷാഫി പറമ്പിൽ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ വെച്ചു തരാം. ഒരു കാര്യം പറയുകയാണ്, റിണിയെ, നീ ആരാണെന്ന് ആദ്യം ഞാൻ പറയാം. നീ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം ഇല്ലാതാക്കിയവളാണ് നീ. റിണിയെ നീ ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നേരെ മറിച്ചിട്ട് ആരാണ് മറിയ ഉമ്മൻ? അതായത് അവർക്ക് ചിരിക്കാനേ അറിയത്തുള്ളൂ. അവരൊരു നിഷ്കളങ്കിയായിട്ടുള്ളൊരു സ്ത്രീയാണ്. നിങ്ങൾ യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് മറിയ ഉമ്മൻ എന്ന് അടിച്ചാൽ മതി. അവരൊരു പാവപ്പെട്ട സ്ത്രീയാണ്. അവിടെ ചുറ്റും എല്ലാവരും മറിയ ഉമ്മൻ്റെ പേരെടുത്തിട്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ മകളെ 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 എന്ന് വിളിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ, അതായത് റിണി, ഇത് നിങ്ങൾ കാണും, ഇത് റിണി പൊട്ടിച്ചിരിച്ചു കൊണ്ട് വരുന്നതാണ്. ഓക്കെ, നേരെ മറിച്ചിട്ട് മറിയ ഉമ്മൻ, ഒരു കുറേ പേര് മറിയ ഉമ്മനെ എന്ന് വിളിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി ചിരിക്കുകയാണ്. അത് അവരുടെ ക്യാരക്ടറാണ്, അവരങ്ങനെയാണ്. നേരെ മറിച്ചിട്ട് നീ അങ്ങനെയാണോ റിണിയെ? നിനക്ക്, അതായത് റിണി പൊട്ടിച്ചിരിച്ച് അഹങ്കാരിയായിട്ടാണ് നമ്മുടെ സെലിമേട്ടനെ കാണാൻ വന്നത്. നേരെ മറിച്ചിട്ട് ഇവിടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൾ അങ്ങനെയല്ല വന്നത്. ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൾക്ക് ആ ഒരു ക്യാരക്ടർ ഉണ്ട്, അതാണ്. അതിനെ വെച്ച് കളിക്കാൻ നിൽക്കേണ്ട റിണിയെ. ഓക്കെ, ഷാഫി പറമ്പിൽ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് വെച്ച് തരാം. അതിനു മുമ്പ് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ നമ്മുടെ ചാണ്ടി ഉമ്മൻ പാട്ട് പാടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ നമ്മുടെ ചാണ്ടി ഉമ്മൻ പാട്ട് പാടുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, പാട്ട് പാടുമോ? പാട്ട് അങ്ങനെ എന്നെ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. ക്ലാസിക്കൽ ഒരു ശാൽവാടി അയ്യർ എന്ന് പറഞ്ഞൊരു സ്വാമി വരുമായിരുന്നു. എനിക്ക് പക്ഷേ ചെറുപ്പത്തിൽ പുള്ളിയെ കാണുമ്പോഴേ ഞാൻ ഒളിച്ചു കൂടുന്നത്, ഞാൻ കട്ടിലടി കയറിയിരിക്കുകയായിരുന്നു. അങ്ങനെ പക്ഷേ പുള്ളി അങ്ങനെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. സപ്തസ്വരങ്ങളൊക്കെ പഠിച്ചോ? അതൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ട് കുറച്ചൊക്കെ. എന്നാലും സരിഗമ സരിഗമ, ബാക്കി അല്ല ഇല്ല, എൻ്റെ രണ്ടാം കാലം സരിഗമ പദനി സനിധ പമഗരി സരിഗമ പദനി സനിധ പമഗരി സരിഗമ പദനി സനിധ പമഗരി. ഇത് ഓർമ്മയുണ്ടല്ലോ? ഇത് ഓർമ്മയുണ്ട്. പിന്നെ മറ്റേ സസരി രിഗ സരിഗ സസരി രിഗ ഗമ. പിന്നെ അത് ഒന്നുകൂടെ റിഫ്രഷ് ചെയ്തെടുത്താലേ ഞാനത് ഓർക്കത്തു. അല്ല, ഞാൻ പറഞ്ഞ ഈ രാഷ്ട്രീയ കുപ്പായത്തിൻ്റെ ഇടയിൽ ഇങ്ങനൊരു ചരിത്രം ഫസ്റ്റ് ടൈം കേൾക്കട്ടെ. ഏതെങ്കിലും കീർത്തന പറഞ്ഞോ, ഏതെങ്കിലും ഓർമ്മയുണ്ടോ? അല്ല, ഞാൻ ആദ്യം പഠിച്ച പാട്ട് ഇതാണ്. പതുമനാഭ പരമപുരുഷ പരം ജ്യോതി. അത്ര ഓർമ്മയുള്ളൂ. അത്ര ഓർമ്മയുണ്ടല്ലേ? ഓക്കെ, മറ്റൊരു വാർത്ത വരുന്നുണ്ട്. വെറും 5ഉം 6ഉം വയസ്സായ പിഞ്ചോമന കുട്ടികളെ നായ്ക്കൾ ഓടിക്കുന്ന ഞെട്ടിക്കുന്ന CCTV ആണ് ഇപ്പം നടന്നതാണ്. ഏകദേശം 2 മണിക്കൂറായി നടന്നിട്ട്. ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ച് തരാം. അതിനു മുമ്പ് ചാണ്ടി ഉമ്മൻ്റെ അതായത് ഇത്രയും നല്ല ഒരു ഫാമിലിയാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഫാമിലി. ആ ഫാമിലിയെ കലക്കാൻ റിണിയുടെ ചില കൂട്ടർ വരുന്നു എന്നറിയുമ്പോൾ എന്താണിത്? രാഹുൽ മാങ്കൂടത്തിൻ്റെ ജീവിതം ഇല്ലാതാക്കിയതുപോലെ ഇവരുടെ കുടുംബത്തെ കയറി കളിക്കുകയാണ്. ഇത് കളി കാര്യമാവും, ഉറപ്പായിട്ടും റെഡിയോട് ഞാൻ പറയാം. ഇത് വേണ്ട. നീ ചിരിച്ചതിനെ വെളുപ്പിക്കാൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകളെ ഇട്ട് കളിക്കണ്ട. ഓക്കെ, ആ കളി വേറെ ലെവലാവും.
വീണ്ടും ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചതാണ്. നമ്മുടെ ഷാഫി പറമ്പിലൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്, എല്ലാം വെച്ച് തരാം. എന്താണ്, അതായത് ദിലീപും നമ്മുടെ രാഹുൽ മാങ്കൂടത്തിലും സലീംകുമാർ, നമ്മുടെ സലീമേട്ടൻ്റെ മരണ ദിവസം ഒരുമിച്ച് നിന്നത് വലിയ വിവാദമാണ്. അത് എന്തിനാണ് വിവാദമാക്കിയത്? ഒരു ചങ്ങായി പറയുന്നുണ്ട്, നിങ്ങളത് ജസ്റ്റ് ഒന്ന് കേൾക്കണം. അവിടെ ദിലീപും രാഹുൽ മാങ്കൂട്ടവും ഒരുമിച്ച് നിൽക്കുന്നു. അവിടെ കിട്ടുന്ന ഒരു ദൃശ്യം അത് പങ്കുവെച്ച് സാമൂഹിക മാധ്യമത്തിൽ ഇടുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അതിന് വരുന്ന കമൻറ്റുകൾ. അത് എന്തായാലും ഇവർ രണ്ടുപേരെയും നല്ലത് പറഞ്ഞൊരു കമൻറ്റ് അതിൽ വരില്ല എന്ന് ഇവർക്കും അറിയാം. കാരണം അതിലേക്ക് വരുന്ന കമൻറ്റുകളാണ് ഇവരുടെ റീച്ചിൻ്റെ ഏറ്റവും വലിയ ആധാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റീച്ച് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മനുഷ്യത്വമില്ലാത്ത രീതിയിലുള്ള ഇത്തരം പ്രവണതകൾ അതിനെ ഏറ്റവും ധൈര്യത്തോടെ നേരിട്ടതാണ് സലീംകുമാറിൻ്റെ മകനായിട്ടുള്ള ചന്തു. കാരണം ശ്രീനിവാസൻ മരണപ്പെടുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ നിരാശരായിട്ട് അവിടെ വിയോഗത്തിൽ വിഷമിച്ചിരിക്കുന്ന ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും അടക്കമുള്ള കുടുംബാംഗങ്ങൾക്ക് പറയാൻ പറ്റാതെ പോയ ഒരു കാര്യമാണ് ഇന്നലെ ചന്തു സലീംകുമാർ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വിയോഗവേളയിൽ മാധ്യമങ്ങളോട്, അല്ലെങ്കിൽ അവിടെ തടിച്ചുകൂടിയ ഔചിത്യമില്ലാത്ത ആളുകളോട് പറഞ്ഞത്. അങ്ങനെ തന്നെ വേണം. കാരണം ഇനിയെങ്കിലും ഒരു മുഖ്യമന്ത്രി കടന്നു വരുമ്പോൾ അത് ഒരു മരണ വീട്ടിലേക്കാണ് കടന്നു വരുന്നത് എന്നുള്ള ഔചിത്യമില്ലാതെ അദ്ദേഹത്തിൻ്റെ മേലേക്ക് ഒരു രാഷ്ട്രീയ ചായ്വിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഷാൾ ഇടാൻ പോകുന്ന മര്യാദകേട് ഒരു രാഷ്ട്രീയ അണിയും കാണിക്കരുത്. അതേപോലെ മരണവീട്ടിൽ ആ മരണപ്പെട്ട് കിടക്കുന്ന മനുഷ്യനോടോ അയാളുടെ കുടുംബാംഗങ്ങളോടോ ഇല്ലാത്ത സഹാനുഭൂതി അയാളുടെ പ്രേക്ഷകർക്ക് നൽകാൻ ഈ ഓൺലൈൻ മാധ്യമങ്ങളായിക്കോട്ടെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളായിക്കോട്ടെ ആരും ശ്രമിക്കരുത്. ഓക്കെ, ഇങ്ങനെ പറയുന്നുണ്ട്, ദിലീപും രാഹുലും ഒരുമിച്ച് നിന്നാൽ ആരും പോസിറ്റീവ് കമൻ്റ് ഇടത്തില്ല, അത് തെറ്റാണ്. നല്ല പോസിറ്റീവ് കമൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, അതായത് ബാക്കിയൊക്കെ ഇങ്ങനെ പറഞ്ഞത് ശരിയാണ്. ഒരു കാര്യം ഞാൻ പറയാം, അതായത് നിലവിൽ ദിലീപ് വലിയൊരു പുണ്യാളനെന്ന് ഞാൻ പറയുന്നില്ല, ദിലീപ് നല്ലവനെന്ന് ഞാൻ പറയുന്നില്ല. നിലവിൽ കോടതി ദിലീപിനെ വെറുതെ വിട്ടതാണ്. ഒരു കാര്യം പറയാം, കോടതിയിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. നാളെ രാഹുലിനെയും കോടതി വെറുതെ വിടാൻ പോകും. കാരണം രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാത്തവരെ വെറുതെ വിടുന്നതാണ് കോടതിയുടെ ഒരു നിയമം. ഞാനൊരു കാര്യം പറയാം, നമ്മളൊക്കെ ദിലീപിനെ വിമർശിച്ചത് അരുൺകുമാറിൻ്റെ വാർത്ത കണ്ടിട്ടാണ്. റിപ്പോർട്ടർ ചാനലിൻ്റെയും പിന്നെ ഈ പറയുന്ന ഏഷ്യാനെറ്റ് 24 ഒക്കെ, അവരൊക്കെ കള്ളന്മാർ നമുക്കറിഞ്ഞത് രാഹുലിൻ്റെ കേസ് വന്നപ്പോഴാണ്. രാഹുലിൻ്റെ കേസ് ഇല്ലാത്തത് ഉണ്ടാക്കി കൊടുത്ത മാധ്യമങ്ങളാണ്. നമുക്കത് അറിഞ്ഞു, ഞങ്ങളൊക്കെ ഇടപെട്ടിട്ട് വീഡിയോ ഇട്ട് രാഹുലിൻ്റെ ഭാഗം ശരിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമുക്കറിഞ്ഞത്. എന്നാൽ ദിലീപിൻ്റെ കേസ് അങ്ങനെയല്ല. ദിലീപിന് എതിരെ ഇങ്ങനെ വാർത്ത വരുമ്പോൾ ദിലീപിന് സപ്പോർട്ടായിട്ട് ആരും വീഡിയോ ഇട്ടിട്ടില്ല. എല്ലാവരും അരുൺകുമാർ പറയുന്നത് സത്യമെന്നാണ് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ദിലീപിൻ്റെ ഭാഗത്തും ശരി ഉണ്ടാവും, ഇല്ലെങ്കിൽ കോടതി ദിലീപിനെ വെറുതെ വിടോ. ഓക്കെ, ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല. നടുക്കുന്ന ഞെട്ടിക്കുന്ന ഒരു സ്പീച്ചുമായിട്ട് ഷാഫി പറമ്പിൽ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരും കാണണം. അതിനു മുമ്പ് ഇന്ന് ഒരു പിഞ്ചോമന പൈതലുങ്ങളെ ഒരു പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഓക്കെ, കോഴിക്കോട് വടകര അയ്യൂരിൽ തെരുവ് നായക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ നിന്നും കുട്ടികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. അയ്യൂർ സ്വദേശി നൂറുദ്ദീന്റെ 6ഉം 7ഉം വയസ്സുള്ള കുട്ടികളെയാണ് തെരുവ് നായ ഓടിച്ചത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു സംഭവം. മുജീബ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുന്നു. മുജീബ്, ചെറിയ 2 കുട്ടികളാണ്, ഭാഗ്യം അവരെ തുണച്ചു എന്ന് മാത്രമേ പറയാനുള്ളൂ. ആ കുട, എനിക്ക് തോന്നുന്നു ആ കുട അവിടെ വീണത് കണ്ടാണ് ആ നായ്ക്കൾ തിരിച്ചു പോയത്. ആ കുട്ടികൾക്ക് ഭാഗ്യത്തിന് വീട്ടിലോട്ട് തിരിച്ചു കയറാനും പറ്റി. അതെ, തീർച്ചയായും വടകര അഴിയൂരിലാണ് ഈ സംഭവം നടക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അഴിയൂർ സ്വദേശി നൂറുദ്ദീന്റെ 6ഉം 7ഉം വയസ്സുള്ള കുട്ടികളെയാണ് തെരുവ് നായ ഓടിച്ചത്. 2 പേരും വീടിന്റെ തൊട്ടു മുമ്പിലുള്ള റോഡിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് 5 നായകൾ അവരെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ട് സംഘടിച്ചെത്തിയത്. ചെറിയ കുട്ടി തൊട്ടടുത്തുള്ള വീടിന്റെ ഗേറ്റിനോട് ചേർന്നും വലിയ കുട്ടി റോട്ടിലുമായിട്ട് നിൽക്കുകയായിരുന്നു. വലിയ കുട്ടിയുടെ കയ്യിലായിരുന്നു കുടയുണ്ടായിരുന്നത്. ഇവർ നായയെ കണ്ട് ഓക്കെ, ഒരു കാര്യം പറയാം, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മഴക്കാലമാണ്. വെള്ളത്തിലൊക്കെ കുട്ടികൾ ഇറങ്ങിപ്പോവും. ചെറിയ ചെറിയ തോടിലൊക്കെ കളിക്കാൻ വിടരുത്. ഇതൊരു ഇതാണ് എല്ലാവരും. ഓക്കെ, നമുക്ക് ഷാഫി പറമ്പിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് തെറ്റാണെന്നാണ് ചിലർ കമൻ്റ് ഇടുന്നത്.
അതിലെന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും കമൻറ്റ് ചെയ്യണം. ഓക്കെ, എല്ലാ മതങ്ങളെയും ജാതിയെയും എല്ലാവരെയും മനുഷ്യനായി ഉൾക്കൊണ്ടു പോകുന്ന ഒരു ജനറേഷൻ ഇവിടെ നിന്ന് വളർന്നു വരേണ്ടതുണ്ട്. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, അതിലൊക്കെ തടസ്സമായി ഒരു കാര്യം നമ്മുടെ മുമ്പിൽ വരാൻ ശ്രമിക്കുകയാണ്. അതിനെ തടസ്സപ്പെടുത്താനാണ് IPS കാരിയായുള്ള ആളുകൾ ഉൾപ്പെടെ ഇന്ന് ഈ വേദിയിൽ വന്നിട്ടുള്ളത്. ഈ ഗവൺമെന്റ് ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ നടപ്പിലാക്കുന്ന ഒരു വലിയ ക്യാമ്പയിന്റെ പ്രസക്തി എന്താണെന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം കണ്ട ഒരു വാർത്ത നിങ്ങൾ കണ്ടു. 1.5 വയസ്സുള്ള ഒരു കുട്ടിയെ മർദ്ദിച്ചു കൊല്ലുന്നതിന്റെ വാർത്ത നമ്മൾ കണ്ടു നിൽക്കേണ്ടി വന്നു. ശരീരം പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ വാരിയെല്ലിന് 7 മുറിവുകൾ വാരിയെല്ലിന് സംഭവിച്ചു എന്നാണ് പറയുന്നത്. 1.5 വയസ്സുള്ള കുട്ടിക്ക് വാരിയെല്ലിന് 7 മുറിവ് സംഭവിക്കുന്ന തരത്തിൽ മർദ്ദിക്കാൻ മനുഷ്യൻ തയ്യാറാവുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയാം, മനുഷ്യന്റെ ബുദ്ധിയെ അതിനെ തടസ്സപ്പെടുത്തുന്ന ടെമ്പററി പ്ലഷറുകളിലേക്ക് ആളുകളെ നയിക്കാൻ ലഹരിയുടെ വ്യാപനം കാരണമായി മാറുന്നു. അച്ഛനെയും അമ്മയെയും ഉമ്മയെയും കൊല്ലാൻ മക്കൾക്ക് തോന്നുന്ന തരത്തിൽ ലഹരിയുടെ ഉപയോഗം വ്യാപകമാകും. ഈ കോഴിക്കോട്ടെ ജില്ലയിൽ തന്നെ സ്വന്തം ഉമ്മയെ കഴുത്തറുത്ത് കൊന്ന ഒരു ചെറുപ്പക്കാരന്റെ വാർത്ത നമ്മൾ വായിച്ചു നിൽക്കേണ്ടി വന്നു. എന്റെ അമ്മയെ മകൻ കൊല്ലാൻ നോക്കുന്നെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കരഞ്ഞ ഒരു മകന്റെ വാർത്ത ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ നമ്മൾ കണ്ടു നിൽക്കേണ്ടി വന്നു. ഇവിടെ ഈ പരിസര പ്രദേശത്ത് നിന്നൊക്കെ അത്തരം വാർത്തകൾ നമുക്കിടയിലേക്ക് വരികയാണ്. ബോധം നശിച്ചു കിട്ടുന്ന പ്ലഷറുകളാണ് ലൈഫിലെ സന്തോഷമെന്ന് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ കയ്യിൽ ഈ മൂക്കിൽ വലിക്കുന്ന പൊടിയും കുത്തിവെക്കുന്ന ഈ പറയുന്ന സാധനങ്ങളും കൊണ്ട് വരുന്നവരുടെ മുമ്പിൽ അതല്ല ഞങ്ങളുടെ ലഹരി, ഞങ്ങളുടെ ലൈഫാണ് ഞങ്ങളുടെ ലഹരി. വി ആർ അഡിക്റ്റഡ് ടു അവർ ലൈഫ്. ഞങ്ങൾക്ക് പോസിറ്റീവ് അഡിക്ഷൻ ആണ് എന്ന് ഇന്ന് ഈ സംഗമത്തിലിരിക്കുന്ന ആളുകൾ പറയാൻ തീരുമാനിച്ചാൽ നമുക്ക് ലഹരിയെ തുരുത്താൻ പറ്റും. പ്രിയമുള്ളവരെ, എന്തെല്ലാം അഡിക്ഷൻ നമ്മുടെ ലൈഫിലുണ്ട്. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ലോകത്ത് വീണ്ടും പന്തുരളാൻ പോവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ഫുട്ബോൾ വേൾഡ് കപ്പ് കൂടി നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. വലിയ ഉയരങ്ങളിലൂടെ മെസ്സിയുടെ കട്ടൗട്ടർ ഇവിടെ വരുന്നു, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വരുന്നു, നെയ്മറിന്റെ വരുന്നു, എംബാപ്പയുടെ വരുന്നു, ജർമ്മനിയുടെ വരുന്നു, ഹോളണ്ടിന്റെ വരുന്നു, ഇംഗ്ലണ്ടിന്റെ വരുന്നു. ഈ രാജ്യം കളിക്കുന്നില്ലാത്ത ലോകപ്പായിട്ട് പോലും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ചെറുപ്പക്കാർ സംഘടിച്ച് വലിയ കട്ടൗട്ടറുകൾ വെക്കുമ്പോൾ ആ ആവേശമാണ് ലഹരി. ആ മനോഹരമായ ഫുട്ബോളിംഗ് മൊമെന്റ്സ് ആണ് ലഹരി. കൊല്ലം ഷാഫിയുടെ പാട്ടാണ് ലഹരി. മെറിൻ ജോസഫിന്റെ കരിയറാണ്, ആനന്ദ് കുട്ടി ജോസഫിന്റെ വാക്കുകളാണ് ലഹരി. പാട്ടാണ്, നൃത്തമാണ്, പഠനമാണ്, രക്ഷിതാക്കളാണ്, മാതാപിതാക്കളാണ്, സുഹൃത്തുക്കളാണ്, സൗഹൃദമാണ്, പുസ്തകമാണ്, വരികളാണ്, വരകളാണ്, അധ്വാനമാണ്, ജയമാണ്, തോൽവിയാണ്. അതാണ് ലഹരി. അതുകൊണ്ട് കിട്ടുന്ന സുഖമൊന്നും ഒരുത്തന്റെയും സിറിഞ്ച് കൊണ്ട് കിട്ടാനില്ല എന്ന് ഈ നാട് ഉറച്ചു പറയുന്ന ഒരു കാലം നമ്മുടെ മുമ്പിൽ വരണം. അതിന്റെ പോരാളികളാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. ലഹരിയെ നമുക്ക് തടഞ്ഞേ പറ്റൂ. അതിന് പ്രചോദനമാണ് നിങ്ങൾ ഒരുമിച്ചിരിക്കുന്ന ഈ സംഗമം. ഇതിനൊരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നാദാപുരത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ നിർണായകമായ ഇടപെടൽ നടത്താൻ ഒരു ടീമായി നിങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ പ്രിയപ്പെട്ട MLAക്ക് കഴിയട്ടെ. അതിനൊപ്പം നടക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്. നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ അവർക്കില്ലാത്തത് നിങ്ങൾക്ക് കിട്ടണമെന്ന അവരുടെ ആഗ്രഹത്തിന്റെയും ത്യാഗത്തിന്റെയും കൂടാണ് ഈ റിസൾട്ട് എങ്കിൽ ഞാൻ ആലോചിക്കുന്നു, ഈ പ്രദേശത്തൊക്കെ ഒരുപാട് ആളുകൾ പ്രവാസികളായിട്ടുണ്ടാകും. മക്കളുടെ റിസൾട്ട് വരുന്നുള്ള ടെൻഷൻ ജോലി സ്ഥലത്തും താങ്ങാൻ കഴിയാതെ ആ റിസൾട്ട് വന്നിട്ട് വാട്സപ്പിൽ നിങ്ങൾ അയച്ചു കൊടുക്കുന്ന മാർക്കുകൾ കണ്ടിട്ട് ഒപ്പം വെയിലത്ത് പണിയെടുക്കുന്ന കഠിനാധ്വാനികളോട് എന്റെ മോള് ജയിച്ചിട്ടോ, എന്റെ മോൻ ജയിച്ചിട്ടോ എന്ന് പറയുന്ന ആ പ്രവാസിയായ പിതാവിന്റെ ഗദ്ഗതം അതെന്താണെന്ന് തിരിച്ചറിയുന്ന മക്കൾ ഇവിടെ ഉണ്ടാകും. ഓക്കെ, ഒരു കാര്യം പറയാം. ഇത് നല്ല മനോഹരമായ സ്പീച്ചിലെ ഷാഫി പറമ്പിലെ സ്പീച്ച് ഇങ്ങനെ വേണം. അതായത് ഒരു കാര്യം പറയാൻ പോണ്ട് മനുഷ്യന്മാരെ, എൻ്റെ വീഡിയോ ഞാൻ കാണലുണ്ട്. അതായത് എത്ര വയസ്സുള്ളവരാണ് കൂടുതലായി നോക്കുന്നത് എന്ന്. നമ്മുടെ വീഡിയോ 14 വയസ്സ് മുതൽ 20 വയസ്സായവർ നോക്കുന്നുണ്ട്, 30 വയസ്സായവർ നോക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഈ ചെറുപ്പക്കാരാണ്. 24 വയസ്സ്, 32 വയസ്സ്, പിന്നീട് പ്രായമായവരും നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും കാണുന്നത് കൊണ്ട് പറയുകയാണ്, പൊന്നു മക്കളെ വലിക്കണ്ട. ഒരു എക്സാമ്പിൾ പറയാം, സിഗരറ്റ് വലിയ ലഹരി അല്ല, അങ്ങനെയാണ് ചിലർ പറയുന്നത്. വലിച്ചാൽ നിർത്താൻ പറ്റാത്ത സാധനമാണ്. എന്തിന് വലിക്കണം? ഒരു ദിവസം ഒരു സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ 100-300 റുപ്യ ദിവസം അതിന് മാറ്റി വെക്കണം. ശരീരം ഞാൻ പറയുന്നില്ല. ഓക്കെ, ഞാൻ വലിക്കുന്നവരായി, ഞാനിപ്പോൾ എല്ലാം നിർത്തി. ഓക്കെ, അപ്പോൾ ഒരു കാര്യം പറയാം, അതൊക്കെ വേണ്ട, എല്ലാം അങ്ങ് വിട്ടേനെ. അപ്പോൾ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്.